ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സോളോ മാസ്റ്റർ വൈറ്റ്. ഇന്ന് നമ്മളൊരു സോളോ കോൺകർ പുഷിൻ്റെ ഒരു കണ്ടൻറ് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നാണ്. ഞാൻ തുടർച്ചയായിട്ട് കോൺകർ പുഷാണ് ചെയ്യുന്നത് സോളോയിൽ. നമ്മൾ ടീം ഇപ്പോൾ കുറച്ചായിട്ടില്ല. അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് സോളോ കോൺകർ പുഷാണ് ചെയ്യാറ് കൂടുതലും. പുതിയ സീസണൊക്കെ തുടങ്ങി, നമുക്കിപ്പോൾ തുടങ്ങിയിട്ട് ഒരു 2-3 ദിവസമായി. അപ്പോൾ ഒരു സ്കോഡൊക്കെ 2-3 പ്ലേ ചെയ്തുള്ളൂ. സോളോ അങ്ങനെ ഇറങ്ങി ലിവിക്കിലും ഇറാങ്ങളിലും അങ്ങനെ ഇറങ്ങി അടിച്ച് കളിക്കും. ഞാൻ 2 മാപ്പും കളിക്കും, ലിവിക്കും കളിക്കും, ഇറാങ്ങളും കളിക്കും. കഴിഞ്ഞ സീസണിൽ കോൺകറാണ്, അതിന് മുന്നത്തെ സീസണിലും കോൺകറാണ്, അതിൻ്റെ മുന്നിലും സോളോ കോൺകറാണ് നമ്മുടെ ഒരു നമ്മുടെ ടൈമിനനുസരിച്ചും നമുക്ക് കളിക്കാൻ ഈസി ആയിട്ട് കോൺകർ റീച്ച് ചെയ്യാനും പറ്റും. നമ്മുടെ ഈസി പറഞ്ഞാൽ കുറച്ച് ഹാർഡ് ഉണ്ട്. നമുക്ക് ഗെയിം സെൻസും അതെല്ലാം നമ്മൾ കളിച്ച് നമുക്ക് ഇമ്പ്രൂവ് ആവും. അതുകൊണ്ട് നമുക്കത് പ്രശ്നങ്ങളൊന്നുമില്ല. ഈ സീസണിൽ ഇപ്പോൾ സ്കോഡിൽ തന്നെ 15 സ്റ്റാറൊക്കെ ആയി. സ്കോഡിൽ തന്നെ ഇപ്പോൾ തന്നെ 15 സ്റ്റാർ. എല്ലാവരും കോൺകറാണ്. ഇപ്പം തന്നെ 7 സ്റ്റാർ. തുടങ്ങിയിട്ട് 2 ദിവസമായിട്ടുള്ളൂ. ഇപ്പം തന്നെ ഏകദേശം എല്ലാവരും കോൺകർ റീച്ചായി 7 ഉണ്ട്. ഇപ്പോൾ സ്കോഡ് കളിക്കുന്നവർക്ക് വേഗം അടിച്ചു കളിച്ചാൽ ഓക്കെയാണ്. എയ്സ് മാസ്റ്ററിൻ്റെ ഉള്ളിൽ തന്നെ കോൺകർ റീച്ച് ചെയ്യാം. അപ്പോൾ അതിൻ്റേതായ സ്കോഡ് അവർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കളിക്കാം. സ്കോഡിന് നല്ലൊരു കോർഡിനേഷൻ വേണം. ഇപ്പോൾ ഡുവോ കമ്പയർ ചെയ്യുമ്പോൾ ഡുവോയിൽ ഇപ്പോൾ ആരും കോൺകർ റീച്ച് ആയിട്ടില്ല. എല്ലാവരും ക്രൗൺ എത്തി, ക്രൗൺ 2 അങ്ങനെയൊക്കെ എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല, വേഗം കോൺകർ റീച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഡുവോയിലായാലും അത്ര സ്റ്റാർ വേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് സോളോ ആണ്. നമുക്ക് വർക്ക് കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ഫ്രീ ടൈമിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ കളിക്കാം. സോളോയിൽ അതുപോലെ ആരും അടിച്ചിട്ടില്ല, എല്ലാവരും ക്രൗണിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റാങ്കളോ ലിവിക്കോ ഈ 2 മാപ്പ് ഏത് മാപ്പ് വേണമെങ്കിലും കളിക്കാം. ഏത് മാപ്പ് വേണമെന്നൊക്കെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാവുന്നതുള്ളൂ. 2 മാപ്പിലും റാങ്കിൾ കളിച്ചാൽ അത്യാവശ്യം പോയിൻറ്റ്സൊക്കെ കയറും. പക്ഷെ കുറേ നേരം കളിക്കണം. ഞാൻ റാങ്കിൾ കളിക്കുകയാണെങ്കിൽ അത് ഞാൻ ലീവുള്ള സമയങ്ങളിലൊക്കെ ഞാൻ കളിക്കും. ഇപ്പം നൈറ്റ് വന്നിട്ടാണ് ഞാൻ കളിക്കുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലും ലിവിക്ക് കളിക്കാൻ നോക്കും. ലിവിക്കിലാകുമ്പോൾ കുറച്ച് ടൈം കൊണ്ട് നമുക്ക് മാക്സിമം പോയിൻറ്റും കില്ലും എടുക്കാൻ പറ്റും. എടുക്കാം. അതേ സമയത്ത് ലീവുള്ള ടൈമിലാണ് പറഞ്ഞാൽ നമുക്ക് ഫുൾ കവറിങ് ടൈം ഉണ്ടാവും. അപ്പോൾ ആ ടൈമിൽ നമുക്ക് റാങ്കിൾ കളിച്ച് കൂടുതൽ പോയിൻറ്റ് എടുക്കാം. റാങ്കിളാണ് മാക്സിമം കളിച്ചാൽ നല്ലത്. ഞാൻ സജഷൻ ചെയ്യുന്നത് റാങ്കിളായിരിക്കും. കില്ലൊക്കെ അടിച്ച് കളിക്കണം, നല്ല കില്ലൊക്കെ കേടിയൊക്കെ നോക്കി കളിക്കണം എന്ന് പറയുകയാണെങ്കിൽ ലിവിക്ക് കളിക്കുന്നതായിരിക്കും ഇത്രയും കൂടുതൽ ബെറ്റർ. അത് മൈ ഒപ്പീനിയനാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് മാപ്പ് വേണമെങ്കിൽ കളിക്കാം, അത് കുഴപ്പമൊന്നുമില്ല. സമയത്തിനനുസരിച്ച് നിങ്ങൾ ഫ്രീനനുസരിച്ച് നിങ്ങൾക്ക് റാങ്കിൾ കളിക്കാം, അല്ലെങ്കിൽ ലിവിക്ക് കളിക്കാം, ഏത് മാപ്പ് വേണമെങ്കിലും കളിക്കാം, കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ടിപ്സ് ആൻഡ് ട്രിക്സ് വരും വീഡിയോകളിൽ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്നുള്ള പ്ലാനാണുള്ളത്. അതന്നെ ലാസ്റ്റ് സോണിൽ എവിടെയൊക്കെ ലൂട്ടടിച്ച് എങ്ങനെ സർവൈവ് ചെയ്ത് എങ്ങനെ വിൻ ചെയ്യാം, എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ ഇതുവരെ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് ആ എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യാമെന്നാണ് പ്ലാൻ വെച്ചിരിക്കുന്നത്. വരും വീഡിയോകളിലൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് നമുക്ക് വേണം. ഇതുവരെ കോൺകർ അടിക്കാത്തവരും പാതിയിൽ അടിക്കാൻ പറ്റില്ല എന്നുകൊണ്ട് നിർത്തിപ്പോയവരും മാക്സിമം നിങ്ങളുടെ ടൈം, നമ്മുടെ ടൈം എത്രയാണ്, 3 മണിക്കൂറോ 2 മണിക്കൂറോ 4 മണിക്കൂറാണ് കളിക്കാൻ പറ്റുന്നെങ്കിൽ ആ ടൈം വെച്ചിട്ട് തന്നെ നമുക്ക് സോളോയിൽ ഈസി ആയിട്ട് കോൺകർ റീച്ച് ചെയ്യാം. ഒരു വട്ടമെങ്കിലും നമുക്ക് കോൺകർ റീച്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവർ വരും വീഡിയോകളിൽ അവർക്കുള്ള ടിപ്സ് ആൻഡ് ടിപ്സ് ആയിട്ട് ഞാൻ വരും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വരും വീഡിയോകളിൽ നമുക്കത് ക്ലിയർ ചെയ്ത് സെറ്റാക്കാം. ബൈ ഗൈസ്.